തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടും തിരുത്തൽ രേഖയ്ക്കും അംഗീകാരം നൽകാനുള്ള സിപിഐഎം സംസ്ഥാന സമിതി യോഗം ഇന്നും തുടരും. പരാജയത്തിന് ഉത്തരവാദികൾ വ്യക്തികൾ അല്ല എന്ന് സിപിഐഎം സംസ്ഥാന കമ്മിറ്റിയിലും ചർച്ചകൾ ആവർത്തിച്ചിരുന്നു. പരാജയത്തിൽ കൂട്ടായ ഉത്തരവാദിത്തമെന്നും ഏതെങ്കിലും ഒരാളുടെ മാത്രം വീഴ്ചയല്ല പരാജയത്തിന് കാരണമെന്നുമാണ് വിലയിരുത്തൽ. അജ്മൽ ദിറാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അജ്മൽ, 2 ദിവസം നീണ്ട വിശദമായ ചർച്ചയാണ്, ഇന്നുകൂടി ചർച്ചകളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇതിനുശേഷം ഈ ഏരിയ തരം വരെ ഉള്ള ചർച്ചകളുടെ വിശദമായ റിപ്പോർട്ടിംഗ് നടന്നതാണ്. കുറെ തിരിച്ചറിവുകളുണ്ട്. ആ തിരിച്ചറിവിന്റെ ഭാഗമായി വരുന്ന തിരുത്തൽ അതെങ്ങനെയാവുമെന്ന് ഇന്ന് പറഞ്ഞേക്കും. ഒരു പ്ലീനത്തിനുള്ള സാധ്യത കൂടി കാണുന്നുണ്ടല്ലോ. ഗോകുൽ പ്രഭിത ഈ സൂചിപ്പിച്ചതുപോലെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM ഒരു കനത്ത പരാജയമുണ്ടായിരുന്നു. ആ പരാജയത്തിന് പിന്നാലെ പാർട്ടിക്കുള്ളിലെ പാർട്ടി ബന്ധുക്കളും പാർട്ടി അണികളും പതിയെ ശബ്ദം താഴ്ത്തി പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് പാർട്ടിയുടെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണ നടപടികൾ ജനങ്ങൾക്കിടയിൽ വിരുദ്ധ വോട്ടുകൾ ഉണ്ടാക്കാൻ കാരണമായി. പാർട്ടിയുടെ പരമ്പരാഗത വോട്ട് ബാങ്കുകൾ പാർട്ടിയിൽ നിന്ന് അകന്നുപോയി. യഥാർത്ഥത്തിൽ ഈ പാർട്ടി സഖാക്കളും പാർട്ടി അനുഭാവികളും പറഞ്ഞിരുന്ന ഈ വിമർശനത്തെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വമാകെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, ഒരു സാഹചര്യമാണ് ഇന്നലെ സംസ്ഥാന കമ്മിറ്റിയിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. ആ സെക്രട്ടേറിയറ്റിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഈ കീഴ്ഘടകങ്ങളിൽ നിന്നും ഉയർന്നു വന്ന പാർട്ടി പരാജയത്തിന്റെ കാരണങ്ങളെ ശക്തമായി വിലയിരുത്തി വിമർശനാത്മകമായി അവയെ വിലയിരുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതായിരുന്നു. അതിനുശേഷം ആ ഉയർന്നു വന്ന വിമർശനങ്ങളെ ക്രോഡീകരിച്ച് ഒരു റിപ്പോർട്ടാക്കിയ ശേഷമാണ് ഇന്നലെയും കഴിഞ്ഞ ദിവസവും തുടർച്ചയായി 2 ദിവസം ചേർന്ന ഈ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അത് ചർച്ച ചെയ്തത്. ആ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് പാർട്ടി ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെയുള്ള ഈ വിമർശനങ്ങൾ സ്വയം വിമർശനമായി കണ്ട് മുന്നോട്ട് പോകുന്നത്. അതിൽ ഇന്നും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ചേരും. ഇന്നലെ ചേർന്ന സംസ്ഥാന കമ്മിറ്റി ഇന്നും തുടരുന്നുണ്ട്. അതിൽ ഈ വിമർശനങ്ങൾ ഇന്നലെ ഉയർന്നു വന്ന വിമർശനങ്ങളുടെ തുടർച്ച എന്നോളം കൂടുതൽ പരാജയ കാരണങ്ങളിലേക്ക് പാർട്ടി കടന്നേക്കും. ഇന്നലെ പാർട്ടി വിലയിരുത്തിയ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളിലൊന്ന് നേരത്തെ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ പാർട്ടിക്കുണ്ടായ പരാജയത്തിന്റെ പ്രധാന കാരണം പാർട്ടിയുടെ ഈ വോട്ട് ബാങ്കുകളിൽ ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടായി. 10 വർഷം പാർട്ടി സ്വീകരിച്ച ചില നടപടികൾ പാർട്ടി ബന്ധുക്കളായിരുന്നവർ പരമ്പരാഗതമായി പാർട്ടി വോട്ട് ചെയ്തവർ, അതിൽ ഭൂരിപക്ഷ സമുദായത്തിലുള്ളവരുണ്ട്, ന്യൂനപക്ഷ സമുദായത്തിലുള്ളവരുണ്ട്, പരമ്പരാഗതമായി പാർട്ടിക്കൊപ്പം നിന്ന സമുദായങ്ങളുണ്ട്. അവരുടെ വോട്ടുകൾ പാർട്ടിയിൽ നിന്ന് അകന്നു പോകാൻ കാരണമായി. രണ്ടാമതായി പാർട്ടി വിലയിരുത്തിയത് പാർട്ടിയുടെ 10 വർഷത്തെ ഭരണത്തിനിടയിൽ പാർട്ടിയുടെ സംഘടനാ സംവിധാനമാകെ മുരടിച്ചു പോയി എന്നുള്ളതാണ്. പാർട്ടിയുടെ താഴെത്തട്ടിലേക്കുള്ള സംഘടനാ സംവിധാനമാകെ ഈ ഭരണത്തിന്റെ തണലേറ്റ് നിന്ന സമയത്ത് മുരടിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ പാർട്ടിയിൽ അധികാരം കിട്ടിയതിനു ശേഷം അംഗത്വമെടുത്തവരാണ് ഇപ്പോൾ ഭൂരിഭാഗം പേരും. അതിൽ ദലിത്, ന്യൂനപക്ഷ, പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ളവർ കുറവാണ് എന്നുള്ള വിലയിരുത്തൽ കൂടി പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാർട്ടി ഗൗരവമായി വിലയിരുത്തിയ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പാർട്ടിയുടെ ബഹുജന അടിത്തറയിൽ വന്ന തകർച്ചയാണ്. അതിന്റെ ഫലം കൂടിയാണ് BJPക്ക് ലഭിച്ച 3 സീറ്റുകൾ എന്നുള്ളത്. അതുകൂടാതെ നിരവധി ഇടങ്ങളിൽ അവർ 2ാം സ്ഥാനത്തെത്തിയതും CPM എന്ന് പോലെയുള്ള ഒരു ഇടതുപക്ഷ പാർട്ടി അതിഗൗരവമായി തന്നെ കാണുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ മുന്നിൽ വെച്ചായിരിക്കും പാർട്ടിയുടെ തുടർ നടപടികൾ എന്നുള്ളതിൽ സംശയം വേണ്ട. പക്ഷേ അങ്ങനെ വരുമ്പോഴും പാർട്ടിയുടെ ബ്രാഞ്ച് തലങ്ങൾ മുതൽ മുകളിലേക്കുള്ള എല്ലാ കമ്മിറ്റികളിലും രൂക്ഷ വിമർശനങ്ങൾക്ക് വിധേയമായ നിലവിലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ നടപടികളും അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നടപടികളെയും പാർട്ടി പക്ഷേ തള്ളിക്കളയുകയാണ് ഉണ്ടാകുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് പാർട്ടി പരാജയത്തെ കേന്ദ്രീകരിക്കലല്ല, മറിച്ച് പാർട്ടിക്കുണ്ടായ പരാജയം കൂട്ടുത്തരവാദിത്തമായി കണ്ട് ഒരു പ്ലീനം വിളിച്ചു ചേർത്ത് പാർട്ടിയുടെ സംസ്ഥാന തലത്തിലേക്ക് ഒരു പ്ലീനം വിളിച്ചു ചേർത്ത് അവിടെ ചർച്ച ചെയ്ത് തിരുത്തൽ നടപടികളുമായി മുന്നോട്ട് പോകണമെന്നാണ് നിലവിൽ പാർട്ടി എടുത്തിരിക്കുന്ന നിലപാട്. ഏതായാലും അത്തരത്തിൽ തന്നെ CPM-നെ പോലൊരു പാർട്ടി മുന്നോട്ട് പോകുമെന്നും ഇന്ന് ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അത്തരം ഒരു ചർച്ചകൾ തന്നെ കൂടുതലായി ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാൻ പോകും. ശരി, ഈ ചർച്ചകളുടെ ആകത്തുകയായി ഇനി എന്താണ് തിരുത്തൽ രേഖ CPM മുന്നോട്ട് വെക്കുക, അണികൾക്ക് പാർട്ടി അംഗങ്ങൾക്ക് മുന്നിൽ വെക്കുക എന്നതാണ് ആകാംക്ഷ. അത് ഇന്നത്തെ സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം അത്തരത്തിലൊരു രേഖയിലേക്ക് ഒരുപക്ഷെ പ്ലീനം വിളിക്കുന്ന കാര്യത്തിലൊരു തീരുമാനത്തിലേക്കൊക്കെ ഇന്ന് പോയേക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.